ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയത് പേർഷ്യൻ ഉൾക്കടലിൽ നേവൽ മൈനുകൾ സ്ഥാപിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ്. രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളെയോ ദ്വീപുകളെയോ US ആക്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലേക്കുള്ള വഴികൾ പൂർണ്ണമായും അടയുമെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലെന്ന് അറിയപ്പെടുന്ന ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് സമ്മർദ്ദം ചെലുത്താനും USന് പദ്ധതിയുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ മുൻനിർത്തിയായിരുന്നു ഇറാന്റെ പ്രതികരണമെത്തിയത്. വിവിധ തരത്തിലുള്ള നേവൽ മൈനുകൾ പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥാപിക്കുമെന്നും നിഷ്പക്ഷ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് തങ്ങളുടെ ഏകോപനത്തോടെ മാത്രമേ നിലവിൽ ഹോർമുസ് കടക്കാനാകൂ എന്നും ഇറാൻ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞു. ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ ആക്രമണം തുടരുമ്പോൾ നിലപാടുകൾ അടിക്കടി മാറ്റുകയാണ് ട്രംപ് ചെയ്യുന്നത്. കരയുദ്ധത്തിന് ഇപ്പോൾ പദ്ധതിയൊന്നുമില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ കരയുദ്ധത്തിനും ഒരുക്കമാണെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ലെബനനിൽ സ്ഥിതി ചെയ്യുന്ന UN സമാധാന സേനയുടെ ഓഫീസിൽ ഇന്നലെ ഷെല്ലാക്രമണം നടന്നിരുന്നു. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള ശക്തമായ ആക്രമണവും നടത്തി. മധ്യ ഇസ്രയേലിൽ ഇന്നലെ ഇറാനിയൻ മിസൈലുകൾ എത്തിയെങ്കിലും അവ തകർത്തു. മറ്റൊരു സംഭവത്തിൽ തെക്കൻ ഇസ്രയേലിലെ ആഷ്കലോണിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ ദ്വിദിന ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ടെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് കണക്കിലെടുത്ത് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചിരുന്നു. ഈ കാലയളവിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് സംബന്ധിച്ച ഉത്തരവ് യുദ്ധവകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കയും ഇറാനും പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തിയെങ്കിലും മരുമകൻ ജാരദ് കഷ്ണറും തന്റെ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചയുടെ ഭാഗമായെന്നും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ ശക്തമായ താക്കീതിനെ തുടർന്ന് US പ്രസിഡന്റ് പിന്തിരിയേണ്ടി വന്നു എന്നാണ് ഇറാൻ ദേശീയ മാധ്യമം പ്രതികരിച്ചത്. ട്രംപുമായി ഇറാന്റെ ഭാഗത്തുനിന്ന് ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിരുന്നു. ഇറാനുമായി വളരെ ഉചിതവും ഫലപ്രദവുമായ ചർച്ചയെ തുടർന്ന് ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾക്കും ഊർജ്ജ ഉൽപാദന വിതരണ ശൃംഖലകൾക്കും നേരെയുള്ള സൈനിക നടപടികൾ 5 ദിവസത്തേക്ക് മാറ്റിവെച്ചതായാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. തുടർന്ന് ബ്രെന്റ് WTI ക്രൂഡ് വിലകൾ 10% വരെ ഇടിഞ്ഞു. ബ്രെന്റ് ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച 10% ഇടിഞ്ഞ് ഒരു ബാരലിന് $98 എന്നാൽ ഇത് ബാരലിന് $104 നിലയിലേക്ക് വീണ്ടും ഉയർന്നു. WTI ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ബാരലിന് $91 കുറഞ്ഞു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $112 എന്ന നിലയിൽ വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നു. ഇറാനുമായി കരാറിനുള്ള സാധ്യത ട്രംപ് കാണുന്നുണ്ടെങ്കിലും ഇറാനിലും ലെബനനിലും ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ടെഹ്റാനിലെ ആസ്ഥാനത്തും ബെയ്റൂട്ടിലും ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാനുമായി ചർച്ചകൾ നടത്തി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും അറിയിച്ചു. ഓസ്ട്രേലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അവർ ഇത് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് തടയാനുള്ള ഇറാന്റെ ശ്രമങ്ങളെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും അവർ ശക്തമായി അപലപിച്ചും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.